പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ കേരളീയ ഗ്രാമങ്ങൾ ഒരു കാലത്ത് നാടകകലയോട് കാണിച്ചിരുന്ന ഹൃദയപരമായ അടുപ്പം നാം ചർച്ച ചെയ്തു. മലയാളികളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായാത്ത നാടകഗാനങ്ങൾ നാം പാടി ആസ്വദിക്കുകയും ചെയ്തു. സി വി ബാലകൃഷ്ണന്റെ ചേതോഹരമായ അനുഭവക്കുറിപ്പിലെ രസം പകരുന്ന കഥാസന്ദർഭങ്ങൾ കണ്ടെത്തണമെന്നും അവ ഏകാഭിനയമായി അവതരിപ്പിക്കണമെന്നും നാം തീരുമാനിച്ചിരുന്നു. രണ്ടു കൂട്ടുകാർ ഏകാഭിനയം അവതരിപ്പിക്കുന്നുണ്ട്. നമുക്ക് അവരെ ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചാലോ? ഈ ഉരുളങ്കല്ലിന്റെ ചെമ്മണ്ണിന്റെയൊക്കെ പാതേ കൂടെ കാളവണ്ടി ഓടിച്ചോടിച്ച് ഞാൻ മടുത്തു. അങ്ങോട്ട് നടക്കുകയാളെ. വായനശാല, റേഷൻ ഷോപ്പും അനാദിക്കട, ഹോട്ടൽ വിമലയം കടന്നതുകൊണ്ട് ഒരു സമാധാനമുണ്ട്. ഇനി അടുത്തത് മൈതാനമാണെന്ന് ഓർത്തുകൊണ്ട് അങ്ങോട്ട് നടക്കുകയാളെ. കേട്ടോ, ഇന്ന് നമ്മുടെ ശങ്കരന് കാര്യമായിട്ടെന്തോ കോളടിച്ച ലക്ഷണമുണ്ട്. എന്താണെന്നറിയോ ഞാനങ്ങനെ പറഞ്ഞത്? അവൻ ഇന്ന് പോയേക്കുന്നതേ മൈതാനത്തിലൂടെയാ. സാധാരണ അവൻ്റെ വണ്ടിക്കുള്ളിൽ ഉപ്പും ചാക്കുകളോ അനാദി സാധനങ്ങളോ അല്ലെങ്കിൽ വെള്ള പൊതികളോ മറ്റോ ആവും. ഇന്നതൊന്നുമല്ല. ശരിയാ കുട്ടപ്പൻ പറഞ്ഞത്. ഇന്ന് ശങ്കരന്റെ വണ്ടിയിൽ എന്തോ കാര്യമായിട്ടുണ്ട്. സാധാരണ അവൻ ആ മൈതാനത്തിലൂടെ പോകുന്നതല്ല. മൈതാനത്തിന്റെ അരികുകളിലായിട്ട് പീടികകളില്ലാത്തതിനാൽ അത് വഴി വണ്ടി താരയും ഇല്ല. അയ്യോ, എന്നെ കൊണ്ടിനി വയ്യ. ഇത്രയും ദൂരം ഈ കാളവണ്ടി ഓടിച്ചോണ്ട് വന്നു. ആ മൈതാനത്തിന്റെ വടക്കേ അരികിലുള്ള ആ മരത്തിന്റെ ചുവട്ടിലിരിക്കാം. ഈ നട്ടുച്ച വെയിലത്ത് അതെങ്കിലും ഒരു ആശ്വാസമാകുമല്ലോ. അയ്യോ, എന്നെ കൊണ്ട് വയ്യ. ഒരുപാട് സാധനങ്ങളുണ്ട് വണ്ടിയിൽ നിറക്കാൻ. ആ മൈതാനത്തിന്റെ അരികിലായിട്ട് ദായം കളിക്കുന്ന ആ കുട്ടികളെ വിളിക്കാം. മക്കളെ, ഇങ്ങോട്ടൊന്ന് വന്നേ. ഞാൻ വെച്ചു, ഇനി നീ വെക്ക്. എടാ, നീ എന്തിനാ കള്ളക്കളി കളിക്കുന്നേ? ഞാൻ കള്ളക്കളി കളിച്ചെന്നു? ഞാൻ അങ്ങനെ കളിക്കത്തില്ല. എനിക്ക് ഉറപ്പാ നീയാ കള്ളക്കളി കളിച്ച്. അയ്യോ, അടിക്കല്ലേ. അയ്യോ, നീ എന്നെ അടിച്ചല്ലേ. ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് അവൻ എൻ്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞു കൊടുക്കും. എന്താ മാമ, എന്തിനാ വിളിച്ചത്? എന്താ ഞാനീ കാണുന്നത്? ഹാർമോണിയം, തബല, മടക്കി വെച്ച തിരശീലകൾ, പെട്ടികൾ, ഭാണ്ഡങ്ങൾ. എന്തിന്റെയാ മാമ ഇതൊക്കെ? എടാ, ഇതൊക്കെ എന്തിന്റെയാന്ന് നിനക്കിതുവരെ അറിയില്ലേ? ഇതൊക്കെ നാടകത്തിന്റെ ആളാ. നാടകത്തിന്റെ. ആണോടാ? ഇതൊക്കെ നാടകത്തിന്റെ ആണോ? ഹാർമോണിയം ഞാൻ എടുക്കാണോ? അങ്ങനെ ഹാർമോണിയം ഒന്നും നിനക്ക് തരാൻ പറ്റത്തില്ല. നീ വേണമെങ്കിൽ പെട്ടിയോ അല്ലെങ്കിൽ തിരശീലകളോ വല്ലതും എടുത്തോ. ഹാർമോണിയം ഞാൻ തന്നെ എടുക്കും.
ഇതുവരെ ഇതെടുത്തിട്ടില്ലടാ. കഷ്ടമുണ്ടടാ. എനിക്ക് താടാ. എടാ 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 അത് താഴെ പൊട്ടിക്കല്ലേ പൊട്ടിക്കല്ലേ. അയ്യോ എടാ പിള്ളാരെ, നിങ്ങൾ എന്തു ഈ കാണിക്കുന്നത്? ഇതൊക്കെ നാടകത്തിന്റെ 2 നടികൾ ഉൾപ്പെടെ 12ഓളം ആളുകൾ വരുന്ന നാടക സംഘം ഇപ്പൊ ഇങ്ങെത്തും. നിർത്തിനടാ. അരങ്ങിലെ കഥാപാത്രങ്ങൾക്ക് സംഭാഷണം പറഞ്ഞു കൊടുക്കുന്നയാൾ വികാരാധീനനായി സ്വയം മറന്നുകൊണ്ട് മറ്റൊരു കഥാപാത്രമായി മാറുന്ന ഒരു സന്ദർഭവും, അതോടൊപ്പം കഥാപാത്രങ്ങൾ ശോക സന്ദർഭങ്ങളിൽ അഭിനയ മികവിന് വേണ്ടി ഒരു ഉള്ളിയും മറ്റും കയ്യിൽ കരുതാറുണ്ട്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ വസ്തു കാണാതെ പോകുമ്പോൾ അങ്ങനെ ഒരു സന്ദർഭമാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. രംഗത്ത് കർണൻ തന്റെ മകനാണ് എന്നറിയിക്കാൻ എത്തുന്ന കുന്തിദേവി, പിന്നണിയിൽ കഥാപാത്രങ്ങൾക്ക് സംഭാഷണം പറഞ്ഞു കൊടുക്കുന്നയാൾ, മുൻനിരയിൽ പ്രേക്ഷകർ. നാടകം ആരംഭിക്കുന്നു. കർണൻ പാണ്ഡവമാതാവ് കുന്തിദേവി. പാണ്ഡവമാതാവ് കുന്തിദേവിക്ക് മുമ്പിൽ രാധേയനായ കർണനിത ശിരസ് നമിക്കുന്നു. അവിടുന്ന് എന്താണ് ഈ രാത്രിയിൽ? കുന്തിദേവി, മകനെ കർണ, മകനെ കർണ, മാപ്പ് ചോദിക്കാൻ പോലും അർഹതയില്ലേ അമ്മയ്ക്ക്. എങ്കിലും നിന്നോട് ഞാൻ മാപ്പിരക്കുകയാണ്. കർണൻ, രാജമാത, അവിടുന്ന് എന്താണ് ഈ അരുളി ചെയ്യുന്നത്? കുന്തിദേവി, പാണ്ഡവർ നിന്റെ അനുജന്മാരാണ്. കുരുക്ഷേത്ര ഭൂമിയിൽ നീ പാണ്ഡവരോട് യുദ്ധം ചെയ്യരുത്. തേജസ്വി സൂര്യനാൽ കന്യകയായിരുന്ന ഞാൻ ഗർഭിണിയായി പ്രസവിച്ചു. രാജനീതിയെ ഭയന്ന് പാപിയായി ഞാൻ സജനങ്ങളായ കണ്ണുകളോടെ, വാത്സല്യം ചേർന്ന ഹൃദയത്തോടെ നിന്നെ ആർത്തലയ്ക്കുന്ന അശ്വനി നദിയിലേക്ക് ഒഴുക്കി വിട്ടു. മാപ്പ് തരൂ കർണ, മാപ്പ് തരൂ മകനെ. രാജനീതിയെ ഭയന്ന് ഈ ഉള്ളിയാണോ നോക്കുന്നേ? കരയാനായിരിക്കും. നന്ദി, നമസ്കാരം. കൂട്ടുകാരുടെ അവതരണം ഇഷ്ടപ്പെട്ടുവോ? പാഠവായനയിൽ തന്നെ നമ്മെ ഏറെ രസിപ്പിച്ച സന്ദർഭങ്ങളാണ് അവർ ഏകാഭിനയമായി ഇവിടെ അവതരിപ്പിച്ചത്. എന്താണ് ഏകാഭിനയം? ഒരു നടി അല്ലെങ്കിൽ നടൻ വിവിധ കഥാപാത്രങ്ങളായി മാറി ഒരു സന്ദർഭത്തെയോ സംഭവത്തെയോ ഒരു നാടകം മുഴുവൻ തന്നെയോ രംഗത്ത് അവതരിപ്പിക്കുന്നതാണ് ഏകാഭിനയം. നിങ്ങൾ നാടകങ്ങൾ കണ്ടിട്ടുണ്ടോ? നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഇനി നാടകം ഒരുക്കിയിട്ടുണ്ടോ? എപ്പോഴായിരുന്നു അത്? സ്കൂളിൽ വെച്ചാണോ? നിങ്ങളുടെ അനുഭവങ്ങൾ ക്ലാസ് ഗ്രൂപ്പിൽ പങ്കുവയ്ക്കുമല്ലോ അല്ലേ? കുഞ്ഞുങ്ങളെ, നാടകകല ഇന്ന് എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നത് നാടക ഗവേഷകനും ഗ്രന്ഥകാരനും അധ്യാപകനുമായ ഡോക്ടർ രാജാ വാര്യരാണ്. നമുക്ക് ഈ വീഡിയോ കാണാം. അപ്പോൾ സാങ്കേതികതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഇന്നത്തെ കാലത്തെ നാടകം എന്താണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. നാടകത്തിന് തന്നെ ഒട്ടേറെ വിഭാഗങ്ങളുണ്ട്. എല്ലാ കലകളുടെയും സമസ്ത കലയാണ് നാടകം. അതുകൊണ്ടാണ് സമസ്ത കലകളുടെ അമ്മ മാതൃകലയാണ് നാടകം എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും തെരുവ് നാടകം. തെരുവ് നാടകം എന്ന് പറഞ്ഞാൽ തെരുവിൻ്റെ ഒരു മൂലയിൽ ഒരു പ്രത്യേകിച്ചുള്ള ഒരു ആശയം പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കുന്നതാണ്. കഥാപാത്രങ്ങൾ പെട്ടെന്ന് വരുന്നു, ചെണ്ട കൊട്ടുന്നു, അനൗൺസ് ചെയ്യുന്നു, അതിനുശേഷം ഒരുമിച്ച് കൂടുന്നു, പറയുന്നു, പ്രേക്ഷകർ സാക്ഷ്യം വഹിക്കുന്നു. നാടകത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നേരിട്ട് വന്ന് ചലച്ചിത്രത്തിനെ പോലെയല്ല, അവിടെ നിഴലും വെളിച്ചവുമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ പച്ചയായിട്ടുള്ള മനുഷ്യർ വന്ന് അവരുടെ വികാരവിചാരങ്ങൾ പച്ചയായിട്ടുള്ള
പ്രേക്ഷകർ, നമ്മൾ കാഴ്ചക്കാർക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. നേരിട്ട് സംവേദനം നടത്തുക, അതാണ് നാടകത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ പലതരം പരീക്ഷണങ്ങൾ ഈ നാടകത്തിൽ നടക്കുന്നുണ്ട്. ഏതൊക്കെ രീതിയിൽ ശരീരഭാവം കൊണ്ടും സംഭാഷണം കൊണ്ടുമൊക്കെ നാടകം അവതരിപ്പിക്കാം എന്നുള്ള ഒട്ടേറെ പരീക്ഷണങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഇവിടെ അല്ല, ലോകത്തെങ്ങും നടന്നിട്ടുണ്ട്. നമ്മുടെ ഇവിടെ തന്നെ നമുക്കറിയാം, തനത് നാടകം എന്ന് പറഞ്ഞിട്ട്, തനത് നാടകവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ കാവാലം നാരായണപ്പണിക്കർ എന്നുള്ള പേര് കേട്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെ നാടകം പഠന വിഷയമായി കണ്ട് സർവകലാശാലയിൽ തന്നെ ബിരുദാനന്ത ബിരുദങ്ങളുള്ള സ്കൂൾ ഓഫ് ഡ്രാമ പോലെയുള്ള സ്ഥാപനങ്ങൾ, അതിൻ്റെ സ്ഥാപകനായിരുന്നു ജി ശങ്കരപ്പിള്ള, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെ രാമായണ നാടകങ്ങളിൽ വെച്ച് നാടകത്രയം CN ശ്രീകണ്ഠൻ നായർ. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മുടെ പൂർവ്വപാരമ്പര്യമുള്ള, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള, ആയിരക്കണക്കിന് വർഷമുള്ള നമ്മുടെ ഭാരതത്തിൻ്റെ, വിശിഷ്യ കേരളത്തിൻ്റെ നാട്യ സംസ്കൃതി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ക്ലാസിക്കൽ തിയേറ്ററുണ്ട്, കൂടിയാട്ടം, കഥകളി പോലെയുള്ള ക്ലാസിക്കൽ കലാരൂപങ്ങൾ, അതുപോലെ തന്നെ ചിമ്മാനക്കളി പോലെയുള്ള ട്രൈബൽ തിയേറ്റർ, അതുപോലെ തെയ്യം, പടയണി, മുടിയേറ്റ് പോലെയുള്ള അനുഷ്ഠാന നാട്യ വഴക്കങ്ങൾ, കാക്കാരിശി, പൊറാട്ട് പോലെയുള്ള നാടോടി നാടകങ്ങൾ, ഇവയുടെയൊക്കെ അവതരണ പ്രത്യേകതകൾ, ഈ നമ്മൾ അനുശീലിച്ച് വന്നിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രത്യേകതകളെ സ്വാംശീകരിച്ചുകൊണ്ട് നമ്മുടെ ആധുനിക നാടകങ്ങൾക്ക് എങ്ങനെ ശക്തിയും ചൈതന്യവും പകരാം എന്നുള്ള അന്വേഷണമായിരുന്നു തനത് നാടകം എന്നുള്ളത്. അതുപോലെ തന്നെ കൂട്ടായിട്ട് ഒരു കൂട്ടം കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ ഒരു കൂട്ടം നടീനടന്മാർ വന്ന് അവതരിപ്പിക്കുന്നതാണ് പൊതുവേ നമ്മളിൽ നാടകങ്ങളിൽ കാണാറുള്ളത്. പക്ഷേ ഒറ്റയ്ക്ക് ഏകാകാര്യം എന്ന് പറയും, ഒരൊറ്റ നടൻ വന്ന് അവതരിപ്പിക്കുന്നു. അതും നിങ്ങൾ കേട്ടല്ലോ, ഓച്ചിറ വേലുക്കുട്ടി, വാസവദത്ത എന്ന് പറയുന്ന കരുണയിലെ കഥാപാത്രത്തെ അവതരിപ്പിച്ച വേലുക്കുട്ടി. ഇനി കുട്ടികളുടെ നാടകം എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. നിങ്ങളുടെ വർണ്ണാഭമായിട്ടുള്ള, നിങ്ങളുടെ ഭാവനാവിലസിതമായിട്ടുള്ള നിങ്ങളുടെ ലോകത്ത്, നിങ്ങളുടെ ചിന്തയിൽ, നിങ്ങളുടെ ലോകത്ത് നിങ്ങൾ എങ്ങനെയാണോ ജീവിതം, ലോകത്തെ കാണുന്നത്, അതോട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള, നിങ്ങളുടെ ചിന്തയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രീതിയിലുള്ള ആവിഷ്കാരങ്ങൾ, നാടകീയ അരങ്ങിലെ ആവിഷ്കാരം, അതാണ് കുട്ടികളുടെ നാടകം. കുട്ടികളുടെ സ്വഭാവം രൂപീകരണത്തിൽ ഏറ്റവും കൂടുതൽ ഇത് നാടകത്തിന് കാര്യമായ പങ്ക് വഹിക്കാൻ സാധിക്കും എന്നുള്ളത് വിദേശത്തൊക്കെ സ്കൂളുകളിൽ തിരിച്ചറിഞ്ഞിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ കുട്ടികളുടെ നാടകത്തിന് അത്തരത്തിലുള്ള പ്രാധാന്യവുമുണ്ട്. നാടകം നേരം പോക്കിന് വേണ്ടിയിട്ടുള്ള ഒരു കലാരൂപമല്ല, മറിച്ച് മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ ഉത്തമമായ ജീവിതം കരിപ്പിടിപ്പിക്കുന്നതിൽ, ഉത്തമമായ മനുഷ്യരാക്കി മാറ്റുന്നതിൽ നാടകത്തിന് നിർണായകമായ പങ്കാണുള്ളത്. നാടകകലയിലെ വ്യത്യസ്ത ധാരകളെ നാം പരിചയപ്പെട്ടു. ഓരോന്നിനെക്കുറിച്ചും കൂടുതൽ നാം അറിയേണ്ടതുണ്ട്. ഉയർന്ന ക്ലാസ്സുകളിൽ നമുക്ക് അതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. കുഞ്ഞുങ്ങളെ, നമുക്കിനി പാഠഭാഗത്തിലേക്ക് പോകാം. ദേശക്കാർ മുഴുവനും അരങ്ങിനു മുന്നിൽ ഒത്തുകൂടും. രവിവർമ്മ കലാനിലയമോ സഞ്ജയ കലാകേന്ദ്രമോ അവതരിപ്പിക്കുന്ന ഓരോ നാടകത്തിനും ഏതെങ്കിലും വീടുകളിൽ തളർവാദക്കാരോ മറ്റോ അവശേഷിച്ചാലായി. വീടുകൾ അടച്ചുപൂട്ടി താക്കോൽ അരയിൽ തിരുകിയായിരുന്നില്ല ആളുകൾ നാടകം കാണാൻ പോയിരുന്നത്. മുൻവാതിൽ വെറുതെ ചാരിയേക്കും, അത്ര തന്നെ. കുഞ്ഞുങ്ങളെ, ദേശത്തിൻ്റെ എന്തു സവിശേഷതകളാണ് ഈ വരികളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്? സാമൂഹിക ജീവിതത്തിൻ്റെ എന്തെല്ലാം പ്രത്യേകതകൾ നമുക്ക് ഈ വരികളിൽ നിന്ന് വായിച്ചെടുക്കാനാവും? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ആ ദേശക്കാർക്ക് കള്ളന്മാരെയോ കൊലപാതകികളെയോ ഒട്ടും ഭയമുണ്ടായിരുന്നില്ല. എന്താവാം കാരണം? ആ നാട്ടിൽ കള്ളന്മാരും കൊലപാതകികളും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല, അത്ര തന്നെ. സാമൂഹിക സുരക്ഷ എന്നത് ഒരു ആധുനിക സമൂഹത്തിൻ്റെ സവിശേഷതകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് തന്നെ ആയിരിക്കും നിങ്ങളുടെയും അഭിപ്രായം. ദേശത്തിന് മറ്റെന്തൊക്കെ സവിശേഷതകളാണുള്ളത്? ഒന്ന് പറഞ്ഞു നോക്കൂ. തികഞ്ഞ കലാസ്വാദകരായ മനുഷ്യരാണ് ദേശം മുഴുവനുമുള്ളത്. കാരണം എന്താ? നാടകസ്ഥലത്തേക്ക് ദേശം മുഴുവനുമാണ് ഒഴുകി പോകുന്നത്. പിന്നെ ആരാണ് വീടുകളിൽ അവശേഷിക്കുന്നത്? ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും ആവാത്ത രോഗികളായിട്ടുള്ള മനുഷ്യർ മാത്രമാണ് വീടുകളിൽ അവശേഷിച്ചിരുന്നത്. കുഞ്ഞുങ്ങളെ, ഇങ്ങനെയാണ് കല മനുഷ്യനെ ഒരുമിപ്പിക്കുന്നത്. ഇങ്ങനെയാണ് കല മനുഷ്യനെ നിരന്തരം പുതുക്കുന്നത്. 60-70 വർഷങ്ങൾക്കു ശേഷം 2020-ലെത്തുമ്പോൾ
നമ്മുടെ സമൂഹത്തിന് എന്തു മാറ്റമാണ് സംഭവിച്ചിട്ടുള്ളത്? നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ. അഭിപ്രായം ശരിയാണ്. നാം ഇപ്പോൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? അയൽപ്പക്കക്കാരനു പോലും കാണാൻ കൂടി കഴിയാത്ത വിധത്തിൽ ഉയരത്തിൽ മതിലുകൾ കെട്ടി അതിനുള്ളിൽ സുരക്ഷയ്ക്ക് വേണ്ടി ബർഗ്ലർ അലാമുകളും CCTV ക്യാമറകളും ഘടിപ്പിച്ചുകൊണ്ടാണ് നാം ഇന്ന് ജീവിക്കുന്നത്. 2018-ലും 2019-ലും നമ്മുടെ കേരളത്തിലുണ്ടായ അതിഭീകരമായ വെള്ളപ്പൊക്കത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ പ്രതിബന്ധമായി നിന്നത് എന്താണെന്നറിയാമോ? നാം മതിലുകളിൽ ഉറപ്പിച്ചു വെച്ചിരുന്ന കുപ്പിച്ചില്ലുകളായിരുന്നു എന്ന വാർത്തകൾ നമ്മെ ഏറെ ഞെട്ടിച്ചതാണ്. നാം ഇന്ന് വലിയ വലിയ മതിലുകൾ കെട്ടി അതിനുള്ളിലെ ചെറിയ ചെറിയ ജീവിതങ്ങളിലേക്ക് ഒതുങ്ങിപ്പോകുന്നവരായി മാറിയോ? ചെമ്പരത്തിക്കമ്പും കൊന്നക്കമ്പും കൊണ്ട് അതിരുകൾ തിരിച്ച വേലികൾക്ക് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കൈമാറിയിരുന്ന പലഹാരപ്പൊതികളെക്കുറിച്ച് ഞാൻ ഇന്ന് ഓർക്കുകയാണ്. കുഞ്ഞുങ്ങളെ, അത്തരത്തിൽ ഹൃദ്യമായ അയൽപ്പക്ക ബന്ധങ്ങൾ ഇപ്പോഴുമുണ്ടോ? കഴിഞ്ഞ കാലത്തെ പോലെയുള്ള കൂട്ടായ്മകൾ ഇപ്പോഴുമുണ്ടോ? കൂട്ടായ്മകളുടെ പരിസരങ്ങൾ മാറിയിട്ടല്ലേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മുൻകാലങ്ങളിലെ ദേശക്കൂട്ടായ്മയെക്കുറിച്ചും നാടക അവതരണത്തെക്കുറിച്ചുമെല്ലാം പാഠഭാഗത്തു നിന്ന് മനസ്സിലാക്കിയല്ലോ. പുതിയ കാലത്ത് ഇത്തരം കൂട്ടായ്മകൾ എത്രത്തോളമുണ്ട്? നിങ്ങളുടെ അഭിപ്രായം ഒരു കുറിപ്പായി എഴുതുക. അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അഭിപ്രായ രൂപീകരണത്തിനുതകുന്ന പ്രസക്തമായ ആശയങ്ങളെല്ലാം കണ്ടെത്തി അവതരിപ്പിക്കണം. വായനക്കാർക്ക് മനസ്സിലാകും വിധം ആകർഷണീയതയോടെ ഉചിതമായ പദങ്ങൾ, ആശയ വ്യക്തത, വാക്യവൈവിധ്യം എന്നിവ പാലിച്ച് എഴുതണം. സ്വന്തം നിരീക്ഷണങ്ങളും അഭിപ്രായങ്ങളും ഉൾപ്പെടുത്തണം. കുഞ്ഞുങ്ങളെ, CV ബാലകൃഷ്ണന്റെ ആത്മകഥയിലെ ഒരു ഭാഗത്തിലൂടെയാണ് നാം ഇതുവരെ കടന്നുപോയത്. തൻ്റെ ചെറുപ്പകാലത്തെ മനോഹരമായ ഓർമ്മകളാണ് അദ്ദേഹം ഈ പാഠഭാഗത്തിലൂടെ നമ്മളോട് പങ്കുവച്ചത്. തൻ്റെ ജീവിതം മാത്രമായിരുന്നില്ല, തൻ്റെ ഗ്രാമത്തിലെ ഒരു പിടി ആളുകളുടെ വൈവിധ്യമാർന്ന ജീവിതങ്ങളെയും അദ്ദേഹം ഈ അനുഭവക്കുറിപ്പിലൂടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. തൻ്റെ എഴുത്തു വഴികളെക്കുറിച്ചും തൻ്റെ ദേശത്തെക്കുറിച്ചും എഴുത്തുകാരൻ നമ്മളോട് നേരിട്ട് സംസാരിച്ചാലോ? നിങ്ങൾക്ക് കൂടുതൽ സന്തോഷമാവില്ലേ? അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. അരങ്ങുണരുന്നു എന്ന പാഠഭാഗം എൻ്റെ പരൽമീൻ നിന്നുള്ള പാഠം എന്ന കൃതിയിൽ നിന്നുള്ള ആത്മകഥ എന്ന് പറഞ്ഞാൽ ജീവിതം എഴുത്താണ്. ഒരാൾ സ്വന്തം ജീവിതം എഴുതുന്നതാണ് ആത്മകഥ. പക്ഷെ ഇതിനകത്ത് എൻ്റെ ജീവിതം മാത്രമല്ല ഉള്ളത്, നിരവധി പേരുടെ ജീവിതങ്ങളുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെ ദേശത്തിൻ്റെ ജീവിതം. ഞാൻ ജനിച്ചു വളർന്ന കണ്ണൂർ ജില്ലയിലെ അന്നൂര് എന്ന ദേശത്ത് ആ കാലത്തുണ്ടായിരുന്ന നിരവധി പേരുടെ ജീവിതങ്ങൾ അതിനകത്ത് കലർന്നു. ഒപ്പം തന്നെ യാതൊരു പരിഷ്കാരവും ഇല്ലാത്ത ഒരു കുഗ്രാമത്തിൻ്റെ പഴയ ഒരു 50 വർഷം മുമ്പുള്ള അവിടുത്തെ സാമൂഹിക ജീവിതം എങ്ങനെയായിരുന്നു, അവിടുത്തെ ആചാരങ്ങൾ എങ്ങനെയായിരുന്നു, അവിടുത്തെ മനുഷ്യരുടെ ചിന്തകൾ എങ്ങനെയായിരുന്നു, അവരെത്രത്തോളം നിഷ്കളങ്കരായിരുന്നു, അവർക്കിടയിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞു. അപ്പോൾ ആ ദേശം ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഇന്ത്യ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാരണം സ്വാതന്ത്ര്യ സമരം ഏറ്റവും കൂടുതൽ നടന്ന
സ്ഥലങ്ങളിൽ ഒന്നാണ് പയ്യന്നൂർ. അവിടെ 1934 മഹാത്മാഗാന്ധി വരികയുണ്ട്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ഗാന്ധി ജയന്തി. ഗാന്ധിക്ക് പുറമെ ജവഹർലാൽ നെഹ്റുവും രാജേന്ദ്ര പ്രസാദും മറ്റ് പ്രമുഖ ദേശീയ പ്രസ്ഥാനത്തിലെ നേതാക്കളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. എന്നെ ചുറ്റിലുമുണ്ടായിരുന്ന ആൾക്കാർ സ്വാതന്ത്ര്യ സമരത്തിൽ വളരെ ധീരമായിട്ട് പങ്കെടുത്തിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ചരിത്രം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എനിക്ക് നേര് പറഞ്ഞാൽ ഒരു പ്രത്യക്ഷാനുഭവമായിരുന്നു. കാരണം അതിൽ പങ്കെടുത്ത പലരും അവിടെയുണ്ട്, ജയിലിൽ കിടന്നവരും അവിടെയുണ്ട്, മർദ്ദനങ്ങൾ സഹിച്ചവരും അവിടെയുണ്ട്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് പാഠപുസ്തകങ്ങളിൽ നിന്ന് പഠിക്കേണ്ടുന്ന ഒരു കാര്യമായിരുന്നില്ല, നേരിട്ടുള്ള അനുഭവമായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആൾക്കാർക്ക് എൻ്റെ തൊട്ടടുത്ത അയൽവക്കത്തൊക്കെ അങ്ങനെയുള്ള ആൾക്കാരാണ് താമസിക്കുന്നത്. സാംസ്കാരികമായിട്ട് വലിയ മുന്നേറ്റം സാധിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തൊരു ഗ്രന്ഥാലയമായിരുന്നു. മലയാളത്തിൽ വലിയ എഴുത്തുകാരനായിരുന്ന ബഹുമുഖ പ്രതിഭയായിരുന്ന സഞ്ജയൻ്റെ പേരിലുള്ളതായിരുന്നു ആ ഗ്രന്ഥാലയം. ഞാൻ ഏറ്റവും ചെറുപ്പത്തിൽ കാണുന്ന കെട്ടിടം ഈ ഗ്രന്ഥാലയം. അവിടെ ഞാൻ ദേശത്തെ UP സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അവിടുത്തെ അംഗമായിട്ട് ചേർന്നു. അന്ന് തൊട്ട് ദിവസേന ആ വായനശാലയിൽ ഉണ്ടായിരുന്ന ഗ്രന്ഥാലയത്തിലുണ്ടായിരുന്ന പുസ്തകങ്ങൾ, പല പുസ്തകങ്ങൾ, ഒന്നിലധികം പുസ്തകങ്ങൾ അവിടെ ഇരുന്നിട്ട് വായിക്കുമായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഗ്രന്ഥാലയം അടക്കാറാകുമ്പോൾ അവിടെ നിന്ന് പുസ്തകം എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വായിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെ ആ ഗ്രന്ഥാലയത്തിലെ പുസ്തകങ്ങൾ നിരന്തരം വായിക്കുമായിരുന്നു ഈ ചെറു പ്രായത്തിൽ തന്നെ. അപ്പോൾ എഴുത്തുകാരാൽ ആകർഷിക്കപ്പെടുന്ന വായനക്കാരാണ് പിന്നീട് എഴുത്തുകാരായി തീരുന്നത് എന്ന് പറയാം. അപ്പോൾ ആ നിലയ്ക്ക് എഴുത്തുകാരാൽ ആകർഷിക്കപ്പെട്ട ഒരു വായനക്കാരനായിരുന്നു. അതിന് പുറമെ ഞങ്ങളുടെ ദേശത്തിൻ്റെ ഒരു പ്രത്യേകത പറയാവുന്നത് അവർക്ക് നാടകത്തോടുള്ള ആഭിമുഖ്യമാണ്. എല്ലാവരും നാടകത്തെ ഇഷ്ടപ്പെട്ടവരെ. അവിടെ വർഷം തോറും ഒന്നിലധികം നാടകങ്ങൾ അരങ്ങേറുന്നു. അരങ്ങുണരുന്നു എന്ന പാഠഭാഗത്തിൽ പറയുന്നത് പുറം നാട്ടിൽ നിന്ന് ഏതോ ഒരു നാടക സംഘം അവിടെ വരികയും ഞങ്ങളുടെ ദേശത്തെ UP സ്കൂളിൽ നാടകം അവതരിപ്പിച്ചിരുന്നു. അപ്പോൾ അവിടെ ജനിച്ചു, അവിടെ ജീവിച്ചു എന്നുള്ളത് എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് എഴുത്തുകാരൻ എന്ന നിലയിലുള്ള ജീവിതത്തെ നിർണ്ണയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ അവിടെയല്ല ജനിച്ചിരുന്നെങ്കിൽ ഞാൻ എഴുത്തുകാരനാകുമായിരുന്നോ എന്നെനിക്ക് അറിയില്ല. ഇവിടെ CV ബാലകൃഷ്ണൻ ഒരു എഴുത്തുകാരനായി മാറിയതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞു തന്നത്? ആത്മകഥ എന്നത് ജീവിതത്തിൻ്റെ എഴുത്താണ്. താൻ ജനിച്ചു വളർന്ന ദേശത്തിൻ്റെ സാമൂഹിക ജീവിതവും സംഭവങ്ങളും മറ്റു മനുഷ്യരുടെ ചിന്തകളുമെല്ലാം ഒരു എഴുത്തുകാരനെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ ഭാഗമായി നിന്ന തൻ്റെ നാടിനെ അദ്ദേഹം ഇവിടെ സ്മരിക്കുകയുണ്ടായി. തൻ്റെ എഴുത്തുവഴികളിൽ നിർണായക സ്വാധീനം ചെലുത്തിയിരുന്നത് വായനയാണ് എന്ന് അദ്ദേഹം നമ്മെ അടിവരയിട്ട് ഓർമ്മിപ്പിച്ചു. വായനയെക്കുറിച്ച് അദ്ദേഹം എന്താണ് പറഞ്ഞത്? തൻ്റെ കുട്ടിക്കാലത്ത് തൻ്റെ ഗ്രാമത്തിലുള്ള വായനശാലയിലെ എല്ലാ പുസ്തകങ്ങളും വായിച്ചു കഴിഞ്ഞിരുന്നു എന്നാണ് അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിച്ചത്. കുട്ടികളെ, ഒരു വ്യക്തി സ്വന്തം ജീവിതാനുഭവങ്ങൾ വിവരിച്ചെഴുതുന്ന കൃതിയെയാണ് ആത്മകഥ എന്ന് പറയുന്നത്. ഒരു വ്യക്തി മറ്റൊരാളുടെ ജീവിതാനുഭവങ്ങൾ എഴുതുകയാണെങ്കിൽ അതിനെ ജീവചരിത്രം എന്ന് പറയുന്നു. പാഠഭാഗത്തു നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളും ഇവിടെ എഴുത്തുകാരൻ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തി CV ബാലകൃഷ്ണൻ്റെ ഒരു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുമല്ലോ. ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? വ്യക്തിപരമായ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തണം. ജീവിതത്തിലെ
സുപ്രധാനമായ സംഭവങ്ങളും അനുഭവങ്ങളും ആകർഷകമായ ഭാഷയിൽ ആവിഷ്കരിക്കണം. അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ, പ്രധാന കൃതികൾ, സാഹിത്യ മേഖലയിലും സമൂഹത്തിനും പ്രത്യേകമായി നൽകിയ സംഭാവനകൾ, ലഭിച്ച പുരസ്കാരങ്ങൾ എന്നിവ ഉൾപ്പെടുത്തണം. വസ്തുനിഷ്ഠവും സത്യസന്ധവും അനുക്രമവുമായ വിവരണമായിരിക്കണം. ആകർഷകമായ ഒരു തലക്കെട്ടും നൽകണം. കഴിഞ്ഞ 3 ക്ലാസ്സുകളായി പരൽമീൻ നീന്തുന്ന പാഠത്തിലൂടെ നാം സഞ്ചരിക്കുകയായിരുന്നു. എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ്റെ അനുഭവക്കുറിപ്പിലൂടെ ഒരു കാലഘട്ടത്തിലെ കേരളത്തെയും നാം തിരിച്ചറിഞ്ഞു. നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ നമ്മുടെ അച്ഛൻ, അമ്മ, വല്യച്ഛൻ, വല്യമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി, അങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള പ്രിയപ്പെട്ടവർക്കൊക്കെ ഇത്തരത്തിലുള്ള ബാല്യകാല അനുഭവങ്ങളുണ്ടാവും. അവരുടെ അനുഭവങ്ങളിൽ അവർ ജീവിച്ച കാലഘട്ടത്തിൻ്റെ സാമൂഹിക ജീവിതം ദർശിക്കാനാവും. അവർ കണ്ട കാഴ്ചകൾ, അവർ കണ്ട കലാരൂപങ്ങൾ, അവർക്ക് അന്നു കിട്ടിയ സൗകര്യങ്ങൾ ഒന്ന് അന്വേഷിച്ചു കണ്ടെത്തി മനോഹരമായി ആവിഷ്കരിച്ചാൽ അത് നന്നായിരിക്കില്ലേ? അത് ഒരു ചരിത്രരേഖയായി മാറും. നമ്മുടെ നാടിൻ്റെ ഇന്നലകളുടെ എഴുതപ്പെടാത്ത ചരിത്രം നിങ്ങളിലൂടെ ആവിഷ്കരിക്കപ്പെടും. എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുമല്ലോ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, വായനയിലൂടെയും കലാസ്വാദനത്തിലൂടെയും ഭാഷയുടെയും ഭാവനയുടെയും സുന്ദരമായ ലോകത്ത് സഞ്ചരിക്കാൻ നിങ്ങൾക്കേവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.